വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ആൻഡ് സ്റ്റുഡൻസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട 4 പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെക്നിക്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടെക്നിക്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഒന്ന് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്, മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി, ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം. ഒന്നാമത്തെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഈ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് സയൻറ്റിഫിക് എലമെൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഫാക്ടറിയുടെ എല്ലാ തലങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളിലും സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരണമെന്ന് പറയുന്ന ഒരു ടെക്നിക്കിനെയാണ്, അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുന്ന ടെക്നിക്കാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഇറ്റ്സ് എ ടെക്നിക് ഓഫ് സെപ്പറേഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ അറ്റ് ലോവസ്റ്റ് ലെവൽ. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന് പ്ലാനിങ്, നമ്മളൊരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പ്ലാനിങ് നടത്തുന്നു. അതോടൊപ്പം ആ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങളും കൃത്യമായിട്ടുള്ള സെപ്പറേഷൻ, പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിലായാലും എക്സിക്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായാലും കൃത്യമായിട്ടുള്ള സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരണം, അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവണം എന്ന് പറയുന്ന ഒരു ടെക്നിക്കിനെയാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ഇൻട്രൊഡക്ഷൻ ഓഫ് സ്പെഷ്യലൈസേഷൻ ഇൻ എ ഫാക്ടറി. ഫാക്ടറിയിൽ സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരണം എന്ന് പ്രതിപാദിക്കുന്ന ഒരു ടെക്നിക്കാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. അണ്ടർ ദി ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, Taylor suggested 8 foremen in control of various aspects of production. Taylor advocated separation of 2 functions, that is planning and execution. Taylor പറയുന്നുണ്ട് ഈ സ്പെഷ്യലൈസേഷൻ എന്നുള്ള കോൺസെപ്റ്റ് വരുമ്പോൾ തന്നെ പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ചെയ്യേണ്ടത് ഒരേ ആളുകളല്ല. പ്ലാനിങ് ചെയ്യേണ്ടത് പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റും പ്ലാനിങ്ങിന് വേണ്ടി മാത്രം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആളുകളും, അതോടൊപ്പം ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലേക്ക് വരുമ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഇംപ്ലിമെൻറ്റേഷൻ നടത്തിക്കൊണ്ടു പോകേണ്ടത് അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണെന്നാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ ടൈലർ സജസ്റ്റ് ചെയ്യുന്നത്. പ്ലാനിങ് ഈസ് ഡൺ ബൈ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ബൈ ദ യൂസ് ഓഫ് 4 experts, 4 സ്പെഷ്യലൈസ്ഡ് എക്സ്പേർട്സ്. ടൈലർ പറയുന്നത് പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ പ്ലാനിങ് കൈകാര്യം ചെയ്യേണ്ടത് വ്യത്യസ്തങ്ങളായിട്ടുള്ള 4 എക്സ്പേർട്ടിനെ വെച്ചിട്ടാണ്. അതോടൊപ്പം ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലേക്ക് വരുമ്പോൾ, എക്സിക്യൂഷൻ ലെവലിലേക്ക് വരുമ്പോൾ ദിസ് എക്സിക്യൂഷൻ ഈസ് ഡൺ ബൈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. സോ പ്ലാനിങ് ഈസ് പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ദി എക്സിക്യൂഷൻ വിൽ ബി ഡൺ ബൈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബൈ ദ യൂസ് ഓഫ് അനദർ 4 experts. പ്ലാനിങ് എക്സിക്യൂഷനും സെപ്പറേറ്റ് തന്നെയാണ്, രണ്ടും മാറ്റി വെച്ചിട്ടുണ്ട്. പ്ലാനിങ് ചെയ്യേണ്ടത് പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റും അതോടൊപ്പം എക്സിക്യൂട്ട് ചെയ്യേണ്ട ചുമതല പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുമാണെന്നാണ് ടൈലർ സജസ്റ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നിന്ന് കാണാൻ പറ്റും ചിത്രത്തിൽ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. സോ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ് വി ഹാവ് 4 experts, റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ആൻഡ് ഡിസിപ്ലിനേറിയൻ. അതോടൊപ്പം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് അനദർ 4 expertനെ കാണാൻ പറ്റും. ഗാങ് ബോസ്, സ്പീഡ് ബോസ്, റിപ്പയർ ബോസ് ആൻഡ് ഇൻസ്പെക്ടർ. സോ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദി different 4 experts. So first one, planning department. Planning department നമുക്കറിയാം 4 experts ആണുള്ളത്. ഒന്നാമത്തത് റൂട്ട് ക്ലർക്ക്. So root clerk is determining the sequence of completing a task. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി is an expert only determine the sequence of completing a task. നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു ടാസ്ക് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുക, ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ സ്റ്റെപ്പാണ് ആ പ്ലാൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട, കൈകാര്യം ചെയ്യേണ്ട, അല്ലെങ്കിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യേണ്ട ആളെയാണ് റൂട്ട് ക്ലർക്ക് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തത് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്. സോ ഹീ ഈസ് ദ പേഴ്സൺ എക്സ്പേർട്ട് സ്പെഷ്യലൈസ്ഡ് ഫോർ പ്രിപ്പയർ ആൻഡ് ഗീവ്സ് ഇൻസ്ട്രക്ഷൻ കാർഡ് ടു വർക്കേഴ്സ്. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻ, ഓരോ സ്റ്റെപ്പിലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്പേർട്ടിനെയാണ് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് എന്ന് പറയുന്നത്. ദെൻ തേർഡ് എക്സ്പേർട്ട് ഈസ് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്. റെക്കോർഡ് ദി ടൈം ടേക്കൺ ഫോർ കംപ്ലീഷൻ ഫോർ എ ജോബ് ആൻഡ് ഓൾസോ കോസ്റ്റ് ഓഫ് വർക്ക് ഡൺ. ഓരോ ജോബും ചെയ്തു തീർക്കേണ്ട കൃത്യമായിട്ടുള്ള സമയം, എത്ര സമയത്തിനുള്ളിൽ ഒരു ജോബ് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും, അതല്ലെങ്കിൽ എത്രത്തോളം കോസ്റ്റാണ് നമുക്ക് ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഓഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ട് വരിക എന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു എക്സ്പേർട്ടിനെയാണ് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് എന്ന് പറയുന്നത്. ദെൻ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ 4ാമത്തെ എക്സ്പേർട്ടിനെയാണ് ഡിസിപ്ലിനേറിയൻ ഉദ്ദേശിക്കുന്നത്. എൻഷുവേഴ്സ് ഈച്ച് ജോബ് ഈസ് ബീങ് പെർഫോംഡ് ഇൻ എ ഡിസിപ്ലിൻഡ് മാനർ.
എല്ലാ നമ്മൾ പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും നടപ്പിലാവേണ്ടത് കൃത്യമായിട്ടുള്ള അച്ചടക്കത്തോടു കൂടിയാണോ എന്ന് വിലയിരുത്തുന്ന അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു എക്സ്പേർട്ടിനെയാണ് ഡിസിപ്ലിനറി എന്ന് പറയുന്നത്. സോ ഇങ്ങനെ 4 എക്സ്പേർട്ടിനെ വെച്ചിട്ടാണ് നമ്മൾ പ്ലാനിങ് എന്നുള്ള ജോബ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി എക്സിക്യൂഷൻ ലെവലിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സിക്യൂഷൻ ഈസ് ഡൺ ബൈ ദി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഇംപ്ലിമെൻറ്റേഷൻ ഈസ് ഡൺ ബൈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ദിസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എവിടെയുണ്ട് 4 എക്സ്പേർട്ടുകളുണ്ട്. ഏതൊക്കെയായിരുന്നു? ഒന്ന് ഗ്യാങ് ബോസ്. എന്താ ഗ്യാങ് ബോസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് അറേഞ്ച് മെഷീൻസ് ആൻഡ് ടൂൾസ് ഫോർ വർക്ക്. നമ്മൾ ഈ പ്രൊഡക്ഷൻ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് എന്തൊക്കെ ടൂൾസ് ആണോ, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്, അതിന് സജ്ജമാക്കി വെക്കുന്ന, അതിന് സജ്ജമാക്കാൻ ശ്രമിക്കുന്ന, അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഗ്യാങ് ബോസ് എന്ന് പറയുന്നത്. ദെൻ സ്പീഡ് ബോസ് ensures the workers performance at required speed. നമ്മൾ നേരത്തെ പ്ലാനിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് എത്ര സമയം വേണമെന്നൊക്കെ അല്ലേ. അപ്പോൾ ആ ടൈമിനുള്ളിൽ തന്നെ നമ്മൾ ചെയ്ത് തീർക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് എത്രത്തോളം സ്പീഡി ആയിട്ടാണ് നടക്കുന്നത്, കൃത്യമായിട്ടുള്ള ടൈമിൽ നമ്മൾ ജോബ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ആളാണ് സ്പീഡ് ബോസ് എന്ന് പറയുന്നത്. സോ റിപ്പയർ ബോസ് ടേക്കൺ കെയർ ഓഫ് മെയിൻ്റനൻസ് ഓഫ് മെഷീൻസ്. നമ്മൾ നേരത്തെ ഗ്യാങ് ബോസ് അറേഞ്ച് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ടൂൾസ് ഒക്കെ ഉണ്ട് അല്ലേ. ആ ടൂൾസ് മെഷീൻസ് ഒക്കെ കൃത്യമായിട്ടുള്ള പ്രോപ്പർ കെയറോട് കൂടിയാണോ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളാണ് റിപ്പയർ ബോസ്. ദെൻ ലാസ്റ്റ്ലി ഇൻസ്പെക്ടർ ഈ കീപ് ചെക്സ് ഓൺ ക്വാളിറ്റി കൺട്രോൾ ഓഫ് ഔട്ട്പുട്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട്, നമ്മുടെ ഇംപ്ലിമെൻറ്റേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ആണുള്ളത് എന്ന് ചെക്ക് ചെയ്യുന്ന ആളാണ് ഇൻസ്പെക്ടർ. സോ ഇതാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. നമ്മളൊരു ഫംഗ്ഷൻ പെർഫോം ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ടും ഓരോന്നും ഓരോ സ്പെഷ്യലൈസ്ഡ് ആളുകൾ വേണം ചെയ്യാൻ എന്ന് പറയുന്ന ടെക്നിക്കാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഈ ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ 2 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, പ്ലാനിങ് ഈസ് ഡൺ ബൈ ദി പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ദി എക്സിക്യൂഷൻ ഈസ് ഡൺ ബൈ ദി production department. So planning is done by the use of 4 experts and the execution is also by the use of another 4 experts. Planning department ഉള്ള 4 എക്സ്പേർട്ടുകൾ ആരൊക്കെയാ? ഒന്ന് റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ആൻഡ് ഡിസിപ്ലിനറിയൻ. അതോടൊപ്പം എക്സിക്യൂഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് അവിടെ ഗ്യാങ് ബോസ് നമുക്ക് മെറ്റീരിയൽസ് ടൂൾസ് ഒക്കെ അറേഞ്ച് ചെയ്ത് തരുന്ന ആളാണ് ഗ്യാങ് ബോസ് എന്ന് പറയുന്നത്. സ്പീഡ് ബോസ് നമ്മളുടെ പെർഫോമൻസ് കൃത്യമായിട്ടുള്ള സ്പീഡിൽ, റിക്വയർഡ് സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്യുന്ന ആളാണ് സ്പീഡ് ബോസ്. അതോടൊപ്പം റിപ്പയർ ബോസ് ടേക്കൺ കെയർ ഓഫ് ദ മെഷീൻസ് ആൻഡ് ടൂൾസ്. ആൻഡ് ലാസ്റ്റ്ലി ഇൻസ്പെക്ടർ കീപ്സ് ചെക്സ് ഓൺ ദ ക്വാളിറ്റി ഓഫ് അവർ ഔട്ട്പുട്ട്. സോ ഇങ്ങനെ പ്ലാനിങ് ആൻഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോന്നും കൃത്യമായിട്ടുള്ള എക്സ്പേർട്ട് കൈകാര്യം ചെയ്യണം. അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവിലേക്ക് എത്താൻ പറ്റൂ എന്ന് പറയുന്ന ടെക്നിക്കിനെയാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്. ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിരുന്നത്. കുറച്ച് ലെങ്തി ആണെന്നറിയാം, എങ്കിലും ഒരു ടോപ്പിക് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും, എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദി. അടുത്ത ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.